ഹായ് എൻ്റെ ടീച്ചർ, എൻ്റെ മാളു. ഇന്ന് എൻ്റെ സ്കൂൾ തുറക്കുന്നു. 2 മാസമായി കാത്തിരുന്ന ദിവസം. ഞാനിപ്പോൾ 2ാം ക്ലാസ്സിലാണ്. എൻ്റെ ഇന്നത്തെ സ്കൂൾ യാത്രയുടെ ലക്ഷ്യം 2ആണ്. 1. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ കാണുക. 2. അവരോട് അവധിക്കാല വിശേഷങ്ങൾ പറയുക. അച്ഛനോടും അമ്മയോടും ഒപ്പം ഞാൻ സ്കൂളിലെത്തി. ആദ്യ ദിവസമായതുകൊണ്ടാകും അച്ഛനും അമ്മയും എന്നെ സ്കൂളിൽ കൊണ്ടുവിടാൻ വന്നത് എന്ന് എനിക്ക് തോന്നി. ക്ലാസ്സിലെത്തിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശാലിനി ടീച്ചർ ക്ലാസ്സിലുണ്ട്. അമ്മയും അച്ഛനും എന്നെ ടീച്ചറെ ഏൽപ്പിച്ചു. അവർക്ക് ടാറ്റ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് കരച്ചിൽ വന്നു. എങ്കിലും ടീച്ചറെ കണ്ട സന്തോഷത്തിൽ കരച്ചിലടക്കി. ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ച് സീറ്റിൽ കൊണ്ടിരുത്തി. ടീച്ചർ ഓരോരുത്തരോടും അവധിക്കാല വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. 2ാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടിക്കും അവരുടെ അവധിക്കാല വിശേഷങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പം ഈ പ്രവർത്തനങ്ങളിൽ പറയണത് എന്തെന്ന് വെച്ചാൽ 1. യാത്ര പോയ സ്ഥലങ്ങൾ, സന്തോഷമുണ്ടാക്കിയ കാര്യങ്ങൾ, കഴിച്ച ഭക്ഷണം, കളിച്ച കളികൾ, പുതുതായി പരിചയപ്പെട്ടവർ, അതുപോലെ വായിച്ച പുസ്തകങ്ങൾ, കേട്ട കഥകൾ. പിന്നെ അടുത്ത് പറയേണ്ടത് ചെറുവാക്യങ്ങൾ ഏൽപ്പിക്കാനുള്ളതാണ്. അതായത് മാളു ഇപ്പോൾ ഡാഷ് ക്ലാസ്സിലാണ്, ഏത് ക്ലാസ്സിലാണ് എന്നുള്ളതാണ്. അടുത്ത് മാളുവിൻ്റെ ടീച്ചറുടെ പേര് എന്താണ്? ശാലിനി എന്നാണ്. അടുത്തെന്താണ്? അച്ഛനും ഡാഷുമാണ് മാളുവിനെ ക്ലാസ്സിൽ കൊണ്ടുവിട്ടത്. അപ്പോൾ അടുത്ത് ടാറ്റ പറഞ്ഞപ്പോൾ മാളുവിന് ഡാഷ് വന്നു, അതായത് എന്ത് വന്നു എന്നുള്ളതാണ്. അടുത്ത് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള കൂട്ടക്ഷരങ്ങൾ ചേർത്ത് വാക്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അതായത് ആ, എ, ഡ് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പം അതിനിടയ്ക്ക് വരുന്ന വാക്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇതിലുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ, പിന്നെ അതുപോലെ ചേർത്ത് എഴുതിയിട്ട് ഡാഷ് വന്നിട്ട് എനി ഡാഷ് ഈ പെട്ട. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരിതുണ്ട്. അത് കഴിഞ്ഞ് എന്ത് വാങ്ങി എന്നുള്ളതാണ്. പൂ ഡാഷ് കം വാങ്ങി ഡാഷ് നു എന്നുള്ളതാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവടെ ഉള്ള കൂട്ടക്ഷരങ്ങൾ ഉൾപ്പെടുന്ന പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തുക. അതായത് ഇതിലേതൊക്കെയാണ് കൂട്ടക്ഷരങ്ങൾ എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അതായത് ക്ലേ. അപ്പം രണ്ടാമത്തത് നമ്മൾ ക്ലേശമുണ്ട്. അപ്പോൾ വേറെ ഏതോ ഒരു വാക്ക് ഈ കൂട്ടക്ഷരത്തിൽ നമ്മുടെ പാഠഭാഗത്തുണ്ട്. അപ്പോൾ അത് എഴുതാനാണ് പറയുന്നത്. അതുപോലെ അപ്പം പത്രമുണ്ട്. അപ്പോൾ എന്താണ്? വേറൊരു വാക്ക് നമ്മളെ പാഠഭാഗത്തുണ്ട്, അത് എഴുതാനാണ്. അതുപോലെ ക്ഷായിൽ ലക്ഷം ഒന്നുണ്ട്, അടുത്ത് വേറൊന്നുണ്ട്. അടുത്ത് മുകളിൽ കണ്ടെത്തിയ പദങ്ങൾ ഉപയോഗിച്ച് ഓരോ വാക്യം നിർമ്മിക്കാനാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്ത് പാഠഭാഗത്തെ സംഭവങ്ങൾ നടന്ന ക്രമത്തിൽ ചതുരക്കളത്തിൽ നമ്പർ ഇടുക. അതായത് ടീച്ചർ എന്നെ സീറ്റിൽ കൊണ്ടിരുത്തി, അതെപ്പോഴാണ്? പിന്നെ ശാലിനി ടീച്ചർ ക്ലാസ്സിലുണ്ട്, അതെപ്പോഴാണ്? എത്രാമത്തെ നമ്പറാണ്? ഇന്ന് സ്കൂൾ തുറക്കുന്നു, അത് എത്രാമത്തതാണ്? അച്ഛനും അമ്മയും എന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടു. ഇത് ഏതൊക്കെ നമ്പറിലാണ് എന്നുള്ളതാണ് പാഠഭാഗത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.